ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഹസ്കർ അതിന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ, അതുകൊണ്ട് വിമർശകർക്ക് എന്തെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്, അതിനാലാണ് ഇവയെ വാഴ്ത്തുപാട്ടുകളെന്നും സ്തുതിഗീതങ്ങളെന്നും പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് എന്ന്. താങ്കളുടെ മറുപടി? ഇതിൽ ഹസ്കർ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഈ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും നിലവിലില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ പാർട്ടിക്കകത്ത് എതിർ ശബ്ദങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല, ആർക്കും അഭിപ്രായം പറയാനുള്ള സാഹചര്യവുമില്ല. അതിന്റെ അർത്ഥം പിണറായി വിജയന്റെ ഏകാധിപത്യമാണ് CPM-ൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിലുള്ളത് എന്ന് തന്നെയാണ്. ഹസ്കർ അത് പറയാതെ പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പോലും അത് തുറന്നു പറയാൻ ചിലപ്പോൾ ഭയപ്പാടുള്ളത് കൊണ്ടായിരിക്കും. ഈ ചിന്തയിലും അല്ലെങ്കിൽ ചിന്താവാരിയിലും ദേശാഭിമാനി പത്രത്തിലോ അല്ലെങ്കിൽ ഇവരെ മാർക്സിസ്റ്റ് മറ്റേ ചിന്താ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെക്കുന്ന അല്ലെങ്കിൽ ഇവർ പ്രസംഗിക്കുന്ന പോലെയൊന്നുമല്ല. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഏകാധിപത്യ പ്രവണതകൾ വളരെ കൂടുതലാണ്. VS അച്യുതാനന്ദന്റെ പോസ്റ്റർ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ പി ജയരാജനെ കുറിച്ച് ആരെങ്കിലും പാട്ട് എഴുതുമ്പോഴൊക്കെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്യുന്ന ആളുകൾ പിണറായി വിജയന്റെ കാര്യത്തിൽ കാരണഭൂതൻ തിരുവാതിര കളിക്കുമ്പോഴോ അല്ലെങ്കിൽ സാജ് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഗാനം പുറത്തിറങ്ങുമ്പോഴോ ഒന്നും എതിർക്കാത്തതിന് കാരണം എന്താ അറിയോ? എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല ഈ പാർട്ടിക്കകത്ത് പിണറായി വിജയനെ എന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി പ്രവർത്തകർ പുകഴ്ത്തിപ്പാടി പുറത്ത് ചാടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആത്മാഭിമാനമുള്ള ഒരു ഒറ്റ മാർക്സിസ്റ്റുകാരൻ പോലും ആ പാർട്ടിയിൽ ഇല്ലേ എന്നാണ് എൻ്റെ സംശയം. എന്തൊക്കെയാണ് പറയുന്നത്? ദൈവത്തിന്റെ വരദാനം. ഇവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതുപോലെ പറയുന്ന പാദസ്പർശമേറ്റ ഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നു ഏത് തിരുനക്കര മൈതാനം. നമ്മളൊക്കെ നാട്ടിൽ പുണ്യവാന്മാരുടെ മഹാന്മാരുടെ പാദസ്പർശമേറ്റ ഭൂമി എന്നൊക്കെ പറയുന്നത് പോലെ പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഭൂമി എന്ന് ഏത് 1,05,00,000 വാഹനത്തിൽ വന്ന് ഹൈഡ്രോളിക് ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങിയിട്ട് 2 അടി നടന്ന് കയറി ചെല്ലുമ്പോൾ അതാണ് പാദസ്പർശമേറ്റ ഭൂമി എന്ന് പറയുന്ന മന്ത്രിയൊക്കെ കേരളത്തിലിരിക്കുമ്പോൾ പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നത് എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പുകഴ്ത്തി പാടി പുറത്ത് ചാടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അവശേഷിക്കണ്ടേ? സൂര്യനെ പോലെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ നിലവാരം എന്താ? ഈ MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോഴാണ് അദ്ദേഹം സന്ദേശം സിനിമയെ ശങ്കരാടിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു താത്വിക ആചാര്യനാണെന്ന് കേരളം തിരിച്ചറിയുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം വലിയ വലിയ താത്വിക അവലോകനങ്ങൾ നടത്തുന്നു, വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു. ആളുകൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ മനുഷ്യൻ എന്തോ വലിയ അറിവുണ്ട്, ജ്ഞാനിയാണ്, പരിജ്ഞാനിയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോഴാണ് പിണറായി വിജയന്റെ അടിമപ്പണിയാണ് പാർട്ടി സെക്രട്ടറിയുടെ പ്രധാന പണിയെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ ഇതിനെ എതിർത്ത് ആരും സംസാരിക്കാത്തത്. പക്ഷെ കേരളത്തിലെ പൊതുജനം ഇത് അംഗീകരിക്കുന്നു, ഇത് വിശ്വസിക്കുന്നു എന്ന് നിങ്ങളോ ഇടതുപക്ഷ സഹയാത്രികരോ CPM-ന്റെ സഹയാത്രികരോ ഒന്നും വിശ്വസിക്കരുത്. അങ്ങനെ കരുതാനും പാടില്ല. ശരി.